വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്നുള്ളത് പുരാതന ആത്മീയ നഗരമായിട്ടുള്ള കാശിയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാല് ഒരു വ്ലോഗ് എടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വ്ലോഗ് എടുക്കുന്നതിനൊക്കെ പുറമെ എന്താ പറയാ, കാശി നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു നോർമൽ വ്ലോഗ് പോലെ ആയിരിക്കില്ല. എന്റെ ഒരു നോർമൽ വ്ലോഗ് പോലെ നിങ്ങൾക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ എമോഷണലി വീക്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊന്നും കണ്ടാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ സീരിയസ്ലി വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കാരണം പെർസ്പെക്റ്റീവ്സ് ഡിഫറെന്റ് ആണ്. പല പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് നല്ലതായിട്ടും മോശമായിട്ടും കാണാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വ്ലോഗ്. സോ നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ കാണുന്നതാണ് കേട്ടോ ഘാട്ട്. ഇതേപോലത്തെ ഓൾമോസ്റ്റ് 84-85 മറ്റേ ഘാട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിലൊരു ഘാട്ടാണ് മണികർണിക ഘാട്ട്. അവിടെയാണ് കേട്ടോ നമ്മൾ ഈ ആളുകളെ ദഹിപ്പിക്കുകയൊക്കെ. ഇപ്പൊ ഇവിടുന്ന് മരിച്ചു പോകുന്ന ആളുകള്, അല്ലെങ്കിൽ ഇവിടെ വന്ന് മരിച്ചു പോകുന്ന ആൾക്കാര് മോക്ഷം കിട്ടുമെന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് അവര് മോക്ഷം കിട്ടി പോകുന്ന പറയുന്നത്. അതൊരു വിശ്വാസം കേട്ടോ. അപ്പൊ എന്റെ ഇപ്പൊ ഫ്രണ്ട് സൈഡിലുള്ള ഈ ഹോളി റിവർ ഉണ്ടല്ലോ, ഗംഗ, ഇവിടെ നിന്നാണെങ്കിലും മുങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ഒന്ന് റീബർത്ത് പോലെയാണ്. കംപ്ലീറ്റ് നമ്മുടെ നെഗറ്റീവ്സും അല്ലെങ്കിൽ ഇതുവരെയുള്ള പാപങ്ങളും ഒക്കെ ഇവിടെ മുങ്ങുമ്പോൾ വൈപ്പ് ഔട്ട് ആവുമെന്നാണ് കേട്ടോ അവര് വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് കുറെ അഘോരീസിനെ കാണാം കേട്ടോ. അവരില് കുറെ ആൾക്കാര് പറഞ്ഞ പോലെ അനുഗ്രഹം കൊടുക്കുന്നതും, ചിലവര് ഈ ശ്മശാനത്തിൽ നിന്ന് ഭസ്മം വാരി മേലെയൊക്കെ തേച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന അഘോരീസ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ അഘോരീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അഘോരികൾ ആരാന്നറിയോ? അവര് ലൗകിക ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ പ്രേതത്തെയൊക്കെ, അതായത് ആത്മാവിനെയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നാണ് കേട്ടോ പറയുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. അവർ ഈ ഒറ്റയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാനിട്ടോടെ. അപ്പൊ മറ്റുള്ളവർക്ക് അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ആരും കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. കാശിന്റെ പ്രത്യേകതകൾ വേറെ ഒന്നും എന്താ വെച്ചാല് കാലഭൈരവനെ കാണാൻ പോവാന്നുള്ളതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാശിയുടെ കാവൽക്കാരനാണ് കാലഭൈരവൻ എന്നാണ് പറയുന്നത്. അപ്പൊ കാലഭൈരവന്റെ അടുത്ത് പോയി അനുവാദം വാങ്ങിച്ചിട്ട് വന്നാലാണ് കാശി നമുക്ക് നല്ലപോലെ സേഫ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ ശിവൻ വിളിച്ചാൽ മാത്രമേ ഈ ഒരു കാശിയിലോട്ട് വരാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. പല ആവശ്യങ്ങളായിട്ടാണ് കേട്ടോ കാശിയിലോട്ട് ആളുകൾ വരിക. മോക്ഷത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്, അതേപോലെ കാഴ്ചകൾ കാണാനായിട്ടും ഈ ഒരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, അതേപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ എനർജി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെൻസ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ മെയിൻ കാര്യം ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഏതൊരു ആരാധനാലയങ്ങളെയും പോലെ തന്നെ, അല്ലെങ്കിൽ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിനെയും പോലെ തന്നെ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്. ബിസിനസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ. കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാരും ബിസിനസ് ആക്കുന്ന ആൾക്കാരെ കാണാം. അതേപോലെ ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു ബിസിനസ് കാണുന്ന ഒരു കൂട്ടം വേറെ ആൾക്കാരുണ്ട് കേട്ടോ. സോ നമ്മള് മണികർണിക ഘാട്ടിലോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ എന്റെ ഹേർട്ട് ഇങ്ങനെ ബീറ്റ് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ശ്മശാനം കാണാൻ പോകുന്നത്. അതും ഇവിടത്തെ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ സ്കാരിയാണ്. കാണാം. നമുക്ക് കാണുന്ന വിറക് മൊത്തം ഇവിടെ ശ്മശാനത്തില് ബോഡി ദഹിപ്പിക്കാനുള്ളതാണ് കേട്ടോ. അവസ്ഥയാണ് കേട്ടോ. അതായത് ഒരു മനുഷ്യന് ഒന്നല്ല എന്നുള്ളത് ആ ഒരു രീതിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടെക്കലൊരവസ്ഥയാണ് കേട്ടോ. നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും. അപ്പോ കാശി കാണാൻ വരികയാണെങ്കിൽ തന്നെ മണികർണിക ഘാട്ട് നിങ്ങൾ എമോഷണലി ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ട് രീതിയിൽ ഇത് എടുക്കാം. നമുക്ക് മിക്ക ആളുകൾക്കും ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വിത്ത് ഓർ വിത്തൗട്ട് ലൈഫ് അതൊരു മനുഷ്യ ശരീരമാണെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കതത്ര അക്സെപ്റ്റ് ചെയ്യാനോ ടോളറേറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോഡി ഈസ് നത്തിങ്, സോളാണ് എല്ലാം എന്നുള്ള കോൺസെപ്റ്റിലായതുകൊണ്ട് സോള് പോയി കഴിഞ്ഞല്ലോ, പിന്നെ ശരീരത്തിന് അവിടെ പ്രാധാന്യമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു സിസ്റ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിലയില്ല കേട്ടോ. അതായത് ഒരാളെ ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തപ്പുറത്ത് വേറെ കൊടന്ന് അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന് ഇവിടെ യാതൊരു വിലയില്ല. ഉള്ളു മനുഷ്യന്മാര് കേട്ടോ. ആകെ ഇത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ബോഡിക്കൊന്നും ഒരു വിലയില്ല, നമ്മളെ ശരീരത്തിന് ഒരു വിലയില്ല എന്നാ പറയുന്നത് കേട്ടോ. ആത്മാവ് പോയാൽ പിന്നെ നമ്മളൊന്നും ഇല്ല എന്നാണ് ഇവിടെ കോൺസെപ്റ്റ്. ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും മേലെയാണ്. ഒരു എന്തോ എനിക്ക്
ഒട്ടും ഓക്കെ ആയിട്ട് നമുക്ക് തോന്നൂല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല്. റിയലി ഹാർഡ് ടു ഫേസ് ഓൾ ദിസ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിയുമ്പോഴേക്കും ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് ഇട്ടാണ്. അപ്പൊ നമുക്ക് കണ്ടെടുക്കാന്നുള്ളത് ഭയങ്കര പാടാ. മണികർണികഘാട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. എന്റെ മുന്നേ എന്താ അവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല കേട്ടോ. അതായത് മേ ബി ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള മുന്നേ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. എപ്പോഴും ഇങ്ങനെ കാലിന്റെ ചോട്ടിൽ ഇങ്ങനെ ബോഡീസ് വെച്ചിട്ട് അതിനെടുത്ത് കണ്ടിട്ട് അതിന്റെ ഇപ്പുറത്ത് കൂടി ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോവുക. നമുക്ക് ഇങ്ങനെ ടെൻഷൻ ആവും, അത് ചവിട്ടോന്ന്. അങ്ങനെ അതിനെ ആരും ഇത് വാല്യൂ ചെയ്യുന്ന പോലും ഇല്ല. ഒരു മനുഷ്യന്റെ ശരീരമാണ് അവിടെ കിടക്കണേന്നുള്ളത് ഒരാൾ വാല്യൂ ചെയ്യുന്ന പോലും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് പോയതോടുകൂടെ കഴിഞ്ഞ് അയാൾക്ക് പിന്നെ ഗംഗയിൽ ആ ബോഡീനെ മുക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ മോക്ഷം കിട്ടി, കഴിഞ്ഞ്. ഇനിയിപ്പോൾ അതിൽ വേറെ സീനൊന്നും ഇല്ല, അത് ദഹിപ്പിച്ചാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആയിക്കൊള്ളണം എന്നില്ല സത്യം പറഞ്ഞാൽ. ഓവറോൾ കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം പറഞ്ഞാൽ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, അതേപോലെ ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ട്. ഹറാസ്മെന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതേസമയം വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെയും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെയും ടൂറിസ്റ്റുകളെയും എന്താ പറയാ, അതിന് ഒരു ഓവറോൾ കാശി ഈസ് നൈസ്. നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ വരിക എന്നുള്ളതാണ് കാര്യം. വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളും അതുപോലെ പോസിറ്റീവ്സ് നെഗറ്റീവ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് തളരാതെ പോസിറ്റീവ്സ് കാണുമ്പോൾ ഹാപ്പി ആയിട്ടും നെഗറ്റീവ്സ് കാണുമ്പോൾ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് എന്നെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ കാശി ഈസ് റിയലി നൈസ്. അതായത് സെൽഫായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാശിയിൽ വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ് പോലും എനിക്ക് നീറ്റല്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് തോന്നിയാൽ ഞാനത് യൂസ് ചെയ്യൂല, കഴിക്കൂല. നമ്മള് അങ്ങനത്തെ ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ അവിടെ പൊടിയുണ്ടോ മണ്ണുണ്ടോ നോക്കണം. അവിടെ നമ്മൾ വൃത്തിയില്ലാത്ത സെറ്റ് ചെയ്യാൻ മറ്റേ കുഞ്ഞി തിരുവഴിക്കൂടെയൊക്കെ നമ്മൾ നടന്നു പോവും. അങ്ങനെ നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ ബെറ്റർ ആക്കി എടുക്കുന്ന, എല്ലാ യാത്രകളെയും പോലെ തന്നെയാണ് നമ്മളെ തന്നെ നമുക്കൊരു ബെറ്റർ വേർഷനിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാശി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എവ്രി വൺ ആർ സീക്കിംഗ് ഫോർ വൺ തിങ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഏത് വിശ്വാസിയാണെന്നുണ്ടെങ്കിലും അവരൊരു ഡിവൈൻ പവറിനെ സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഹൈന്ദവ വിശ്വാസികൾ സീക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു പവർ, ഡിവൈൻ പവറാണ് ഈ പറഞ്ഞ ശിവ ടെമ്പിൾ അല്ലെങ്കിൽ ബാക്കിയുള്ളത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ കാശിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഗോഡിന്റെ പേരിൽ നമുക്ക് ഫൈറ്റ് ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കേട്ടോ. യു പി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിടത്തോളം ഡിഫറെന്റ് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ മുസ്ലിംസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാറില്ല അറ്റാക്ക് ചെയ്യുന്ന ഒരു ശീലമൊക്കെ, അങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷെ കാശി അതിൽ നിന്ന് കുറെ കൂടെ ഡിഫറെന്റ് ആണ്. കാരണം ഈ നമ്മൾ കാണുന്ന പോലെ തന്നെ കഞ്ചാവും കുറെ കണ്ട സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ ഹോളിയുടെ സമയത്താണെങ്കിൽ ബാങ്ങൊക്കെ അടിച്ചിട്ട് കിളി പറന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവര് കരിയോയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് ഹോളി ആഘോഷിക്കുന്ന കാണുമ്പം നമുക്ക് ഇങ്ങനെ അത് അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് അവര് ഹോളി ആഘോഷിക്കുന്നുണ്ടായിരുന്നത്. മേലത്തെ നിലയിന്ന് മറ്റേ ടെറസിന്റെ ഏറ്റവും മേലേന്ന് താഴോട്ട് പോണ ആൾക്കാരുടെ മേലോട്ട് കവറിൽ കരിയോയിൽ കെട്ടിയെറിയുക, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു തീവ്രമായിട്ട് ഹോളി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ആഘോഷമാണ്, ഹാപ്പിനെസ് ഉള്ളതിന്റെ കൂടെ തന്നെ ഇവരിങ്ങനെ തീവ്രമായിട്ട് അറിയല്ലേ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഒന്നും കേൾക്കൂല, അവർ അടിച്ചോണ്ടേ പോകും. അപ്പൊ അങ്ങനെ അതൊക്കെ അവര് കിളി പറന്ന് നിൽക്കുക, കിറങ്ങി നിൽക്കാം. അപ്പൊ അവര് അടിച്ചോണ്ടേ പോകും. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഈ ഭായിമാര് റമദാൻ മാസമാണല്ലോ, അവര് നോമ്പ് തുറക്കും നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പള്ളിയിൽ പോണ സമയത്ത് അവര് വൈറ്റ് ആൻഡ് വൈറ്റ് കുർത്തിയൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടാ പോണത്. അവരെ മേലെ ഒരു സിംഗിൾ ഡ്രോപ്പ് പോലും ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പുറത്ത് മേ ബി കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്ന് നിന്ന സ്ഥലം കാശിയുടെ തൊട്ട് ബാക്കിലോട്ട്, അപ്പൊ ഈ ഘാട്ടുകളുടെ തൊട്ട് ബാക്കിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു പരിസരത്തുള്ള രണ്ട് ഏരിയ ആണ്, ഒരു ഏരിയ ഹൈന്ദവ ഏരിയയും ഒരു ഏരിയ മുസ്ലിംസിന്റെ ഏരിയയും. ഈ ഏരിയയിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ആൻഡ് ഒരു മുസ്ലിംസിന്റെ മേലെ പോലും അവർ ഹോളിയുടെ ഒരു കളറും ആക്കിയിട്ടില്ല.
എനിക്ക് തോന്നുന്നു ആ ഒരു റെസ്പെക്ട് എല്ലായിടത്തും കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു മാറ്റർ ആയിട്ടേ തോന്നൂല, ആ ഒരു മാറ്റർ ആയിട്ട് വരൂല തോന്നണം കേട്ടോ. ഈ വിശ്വനാഥ് ടെമ്പിളിന് വേറൊരു ഹിസ്റ്ററി ഉള്ള എന്താന്ന് വെച്ചാൽ ഇതിനകത്താണ് കേട്ടോ ഗ്യാൻവാപ്പി മസ്ജിദ് ഉള്ളത്. മുഗൾ ഭരണകാലത്ത് വിശ്വനാഥ് ടെമ്പിൾ, അതായത് ശിവലിംഗം യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് ഈ പള്ളിയുടെ അടിയിലാണെന്നാണ് പറയുന്നത്. മറ്റേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ വന്നിട്ട് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് നടത്തുന്ന സമയത്ത് ശിവലിംഗം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ മുഗൾ ഭരണകാലത്ത് അമ്പലം, അതായത് ക്ഷേത്രം ഇടിച്ചിട്ട് തകർത്തിട്ട് ഈ ശിവലിംഗം വെച്ചിട്ടുള്ള ഭാഗത്താണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം എന്താ വെച്ചാല് ഇപ്പോ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോ അവര് പ്രാർത്ഥിച്ചു വരുന്ന അവരുടെ പള്ളിയാണ് അത്. അപ്പോ അത് യാതൊരു തരത്തിലും തകർക്കാനോ അല്ലെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യാനോ, അതായത് ഈ പറയുന്ന അമ്പലം പണിയാനോ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു കേസ് ഇപ്പൊ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് എൻട്രൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ID വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പള്ളിക്ക് ചുറ്റും മിലിറ്ററി ഫോഴ്സ് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, പള്ളി ഇപ്പൊ നിലവിൽ സേവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതേപോലെ അമ്പലത്തോട്ട് പോകുന്നതും ID വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തി നോൺ ഹിന്ദുസിന് അകത്തോട്ട് അവർ പറഞ്ഞു വിടൂല. പുറത്തൊക്കെ നമുക്ക് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ പൊതുവെ അമ്പലത്തേക്ക് പോയിട്ടില്ല, പക്ഷെ അമ്പലത്തേക്ക് പോകാൻ ആരെങ്കിലും ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരുണ്ടെങ്കിലും കൂടെ അവിടെ ഉള്ളിലോട്ട് അലൗഡ് അല്ല കേട്ടോ.